സ്മാർട്ട് എംപയറിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്നത് ഈ വീഡിയോയിൽ കാണുന്ന പോലെ സെയിം അളവിൽ എങ്ങനെ വളരെ ഈസി ആയിട്ടൊരു സാരി ബ്ലൗസ് കട്ട് ചെയ്തെടുക്കാം എന്നതിനെ പറ്റിയിട്ടുള്ള ഒരു ട്യൂട്ടോറിയൽ വീഡിയോ ആണ്. ഇത് ആദ്യം മുതൽ അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ കാണുക. ഇനി നമുക്ക് ഇതിൻ്റെ മെഷർമെൻ്റ് ഒന്ന് പരിചയപ്പെടാം. നിങ്ങൾക്കും ഇതേപോലെ ഒരു പേപ്പറിൽ അളവ് വെച്ച് മാർക്ക് ചെയ്തെടുക്കാവുന്നതാണ്. ഇത് ചെസ്റ്റ് അളവ് 40 ഇഞ്ച്, വേസ്റ്റ് ലൈൻ 36 വരുന്ന ഒരു മീഡിയം സൈസ് സാരി ബ്ലൗസാണ്. അതിൻ്റെ എല്ലാ മെഷർമെൻറ്റും ഈ പേപ്പറിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇത് നോക്കി നിങ്ങൾക്കും ഇതേപോലെ കട്ട് ചെയ്തെടുക്കാവുന്നതാണ് ഒരു പേപ്പറിൽ. അത് വെച്ച് വീട്ടിൽ തന്നെ നിങ്ങൾക്കും തയ്ച്ചെടുക്കാം. ഇതേപോലെ ഒരു സ്കെച്ച് ആദ്യം റെഡിയാക്കിയിട്ട് നിങ്ങൾക്കും വളരെ ഈസി ആയിട്ട് തന്നെ വീട്ടിൽ വെച്ച് തന്നെ ബ്ലൗസ് തയ്ച്ചെടുക്കാവുന്നതാണ്. ഇനി ഇത് എങ്ങനെ കട്ട് ചെയ്തെടുക്കാം എന്നതിനെ പറ്റി നമുക്ക് പരിചയപ്പെടാം. ഇതിന് 44 ഇഞ്ച് വൈഡുള്ള 1 മീറ്റർ കോട്ടൺ മെറ്റീരിയലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ആദ്യം ഇത് ലൈനിങ് മെറ്റീരിയലാണ് കട്ട് ചെയ്യുന്നത്. ഇതിൽ കാണിച്ചിട്ടുള്ള പോലെ തന്നെ എല്ലാ അളവുകളും റെഡിയാക്കി നിങ്ങൾക്കൊരു പേപ്പറിൽ കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. അതിനുശേഷം അത് വെച്ചിട്ട് വേണം ഇതേപോലെ കട്ട് ചെയ്തെടുക്കാൻ. നമ്മൾ സാരി ബ്ലൗസ് കട്ട് ചെയ്യാൻ തുടങ്ങുമ്പോൾ ആദ്യം ബാക്ക് ഭാഗം വേണം കട്ട് ചെയ്തെടുക്കാൻ. അത് ഇതേപോലെ മെറ്റീരിയലിൻ്റെ ഒരു ഭാഗത്തു നിന്ന് ഇതേപോലെ മാർക്ക് ചെയ്തെടുക്കണം. ഇതിൻ്റെ ബാക്കിൽ ടക്ക് കൊടുക്കുന്നത് ഇത് 40 ഇഞ്ച് അളവായതുകൊണ്ടാണ്. 32, 30 എല്ലാം വരുന്ന വേസ്റ്റ് ലൈൻ അളവ് വരുന്ന സാരി ബ്ലൗസിന് ഇതേപോലെ ടക്കിൻ്റെ ആവശ്യം വരില്ല. നിങ്ങൾക്ക് ടക്ക് ഒഴിവാക്കാവുന്നതാണ്. ഇതിൻ്റെ ബാക്ക് കഴുത്ത് ഞാൻ യൂനെക്കാണ് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് നിങ്ങളെ ഇഷ്ടാനുസരണം മാറ്റിയെടുക്കാവുന്നതാണ്. ഇതിൻ്റെ സൈഡിൽ 1.5 ഇഞ്ച് തുന്നത്തുമ്പ് കൊടുക്കണം. സീമെൻസ് ഒഴിവാക്കിയിട്ടുള്ള 1.5 ഇഞ്ചാണ്. ഇപ്പോൾ നമ്മൾ ഇതേപോലെ ബാക്ക് പീസ് കട്ട് ചെയ്തെടുത്തു. ഇനി അതേ മെറ്റീരിയലിൻ്റെ മറ്റു എൻഡിൽ നമുക്ക് കൈ കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. കൈക്ക് വരുന്ന മെറ്റീരിയൽ ഇതേപോലെ 4 പീസിട്ട് ഫോൾഡ് ചെയ്തെടുക്കാം. എന്നിട്ട് മാർക്ക് ചെയ്തിട്ടുള്ള പേപ്പർ വെച്ച് ഇതേപോലെ മാർക്ക് ചെയ്തെടുക്കുക. ഇതിൻ്റെ ലെങ്ത്ത്, കൈ ലെങ്ത്ത് വരുന്നത് 10 ഇഞ്ചാണ്. അടിയിലെ ലൂസ് 10 ഇഞ്ചാണ്. കൈ ലൂസ് 8 16 ഇഞ്ചാണ് ലൂസ് വരുന്നത്. അതേപോലെ റിഗാളിൻ്റെ ഭാഗത്ത് ഒരു 3/4 ഇഞ്ച് ഭാഗം നമ്മൾ ഷേപ്പാക്കി കൊടുക്കണം. എങ്കിലേ ചുളിവില്ലാണ്ട് സാരി ബ്ലൗസ് റെഡിയായി കിട്ടുള്ളൂ. ഇനി അത് ഇതേപോലെ തന്നെ മാർക്ക് ചെയ്തെടുക്കാം. അടിയിൽ 1.5 ഇഞ്ച് ഫോൾഡ് ചെയ്യാനുള്ള എക്സ്ട്രാ മെറ്റീരിയൽ വെക്കണം. നിങ്ങൾക്കും ഇതേപോലെ വളരെ കറക്റ്റായിട്ട് മാർക്ക് ചെയ്തെടുക്കാവുന്നതാണ്. ഇപ്പോൾ നമ്മൾ കൈ പീസ് റെഡി ആയിട്ടെടുത്തു. ഇനി ആദ്യം ബാക്ക് കട്ട് ചെയ്ത ഭാഗം മുന്നിലോട്ടിട്ടിട്ട് ഇതേപോലെ മുൻവശം നമുക്ക് കട്ട് ചെയ്തെടുക്കണം. ഇതേപോലെ നമ്മൾ മാർക്ക് ചെയ്തിട്ടുള്ള പേപ്പർ എല്ലാ അളവുകളും റെഡി ആയിട്ട് മാർക്ക് ചെയ്യണം.
ഇതിൻ്റെ ആർമോൾ വരുന്ന 6 ഇഞ്ചാണ് ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. അതേപോലെ ടക്ക് എല്ലാ മാർക്കും ഈ പേപ്പറിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. വളരെ സിമ്പിളാണ്, വളരെ സിമ്പിളായിട്ട് തന്നെ ഇത് കട്ട് ചെയ്തെടുക്കാം. നെക്ക് ഇതിനും ഞാൻ മുൻവശം യുനക്കാണ് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വി ആയിട്ടും മറ്റു പല മോഡലിലായിട്ടും ചേഞ്ച് ആക്കി എടുക്കാവുന്നതാണ്. മുൻവശം കട്ട് ചെയ്യുമ്പോൾ ഇതേപോലെ കുറച്ച് ഷേപ്പാക്കിയിട്ട് വെക്കണം. സ്ട്രെയിറ്റ് ആയിട്ട് കട്ട് ചെയ്യരുത്. മാർക്ക് ചെയ്യുമ്പോൾ കുറച്ച് ചിരിച്ചു വെച്ച് കട്ട് ചെയ്യണം, എങ്കിലേ സാരി ബ്ലൗസ് വളരെ ഫിറ്റിംഗ് ആയിട്ട് കിട്ടുള്ളൂ. എല്ലാ ടക്കും ഇതേപോലെ മാർക്ക് ചെയ്തെടുക്കണം. ടക്കുകളെല്ലാം ഇതേപോലെ മാർക്ക് ചെയ്യുക. സൈഡിലും ഇതേപോലെ 1.5 ഇഞ്ച് തുന്നത്തുമ്പ് കൊടുക്കണം. സിം അലവൻസ് 1.5 ഇഞ്ചാണ് സാരി ബ്ലൗസിന് വേണ്ടത് കുറഞ്ഞത്. അപ്പോൾ നമ്മൾ ഇതേപോലെ മുൻവശം റെഡിയായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ടക്കുകൾക്കൊക്കെ മാർക്കിട്ട് കൊടുക്കാം. ഇനി വേണ്ടത് അടിയിലെ കട്ടിംഗ് പീസാണ്. അത് ഇതേപോലെ കട്ട് ചെയ്തെടുക്കണം. ലൈനിങ് മെറ്റീരിയലാണ് ഞാൻ കട്ട് ചെയ്തിട്ടുള്ളത്. ഇനി അടുത്ത വീഡിയോ ഇതിൻ്റെ പാർട്ട് 2 ഉണ്ട്, സ്റ്റിച്ചിങ് വീഡിയോ. അത് നിങ്ങൾ മറക്കാതെ കാണുക, എങ്കിലേ ഇത് സാരി ബ്ലൗസിൻ്റെ സ്റ്റിച്ചിങ്ങും കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും നിങ്ങൾക്ക് മനസ്സിലാകുള്ളൂ. ഇനി അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ്.